നമസ്കാരം. അർജുന്റെ വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മുടെ മാധ്യമങ്ങളൊക്കെ പരസ്യം പോലും ഇല്ലാതെ ഞങ്ങൾ അർജുന് വേണ്ടി നിലകൊള്ളുന്നു എന്നൊക്കെ പറഞ്ഞ് ഒരു വെറൈറ്റി മോങ്ങല് നടത്തിയപ്പോഴേ ഞാൻ അപ്പോഴേ പറഞ്ഞു, മാധ്യമങ്ങൾക്ക് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു ആത്മാർത്ഥതയും ഇല്ല. അവർ ഈ വിഷയം കേവലം റേറ്റിങ്ങിന് വേണ്ടിയും ബാർക്ക് റേറ്റ് ഉയർത്തുന്നതിനും വേണ്ടിയും മാത്രം ഉപയോഗിക്കുന്ന ഒന്നാണ് എന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ പറയാനുള്ള കാരണം വേറൊന്നും കൊണ്ടല്ല, മാധ്യമ സ്ഥാപനത്തിലൊക്കെ വർക്ക് ചെയ്ത് നല്ല എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. ബാർക്ക് റേറ്റും റേറ്റിംഗും ഉയർന്നാൽ മാത്രമേ മാധ്യമ സ്ഥാപനങ്ങൾക്ക് പരസ്യം കിട്ടൂ, പരസ്യം കിട്ടിയാൽ മാത്രമേ കാശ് കിട്ടൂ, കാശ് കിട്ടിയാൽ മാത്രമേ ചാനൽ മുന്നോട്ട് പോകൂ. അതുകൊണ്ട് ദുരന്തങ്ങളൊക്കെ കയ്യിൽ കിട്ടിയാൽ നല്ല രീതിയിൽ തന്നെ ഉപയോഗപ്പെടുത്താൻ ശ്രമം നടത്തണം. വൈകാരികമായിട്ടുള്ള വിഷയങ്ങളാണെങ്കിൽ എത്രത്തോളം അതിനെ വിറ്റ് പുട്ടടിക്കാൻ പറ്റുമോ അത്രത്തോളം ഒക്കെ പുട്ടടിക്കാൻ ശ്രമം നടത്തണം. അതാണ് നമ്മൾ ഈ അർജുൻ്റെ വിഷയവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ 10 ദിവസമായി കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ, അവർക്ക് കിട്ടിയത് 10 ദിവസമാണ്. ഈ 10 ദിവസങ്ങളിലും നമ്മുടെ മാധ്യമങ്ങൾ എന്താണ് പറഞ്ഞത്? രഞ്ജിത്ത് ഇസ്രായേലി പറഞ്ഞതിനെക്കുറിച്ച് രഞ്ജിത്ത് ഇസ്രായേലി പറഞ്ഞു, കരയിൽ വണ്ടിയുണ്ട് എന്ന് പറഞ്ഞു. പിന്നെ രഞ്ജിത്ത് ഇസ്രായേലിനെ കൊണ്ടുവന്നിരുത്തി രഞ്ജിത്ത് ഇസ്രായേലി പറഞ്ഞതൊക്കെ ശരിയാണെന്ന് പറഞ്ഞുകൊണ്ട് ശരിവെച്ചുകൊണ്ട് പല മാധ്യമ പ്രവർത്തകരും അന്തിച്ചർച്ച നടത്തുന്നു. മാത്രവുമല്ല, ഫോൺ റിംഗ് അടിക്കുന്ന ആ ഒരു വിഷയത്തെക്കുറിച്ച് ചർച്ച വരുന്നു. അതുപോലെ തന്നെ GPS ബന്ധപ്പെട്ടുള്ള ചർച്ച വരുന്നു. ഇതൊക്കെ കൂട്ടിവെച്ചുകൊണ്ട്, അതായത് ഈ വാഹനം അവിടെ കരയിൽ തന്നെ ഉണ്ടാകാനാണ് സാധ്യത എന്ന രീതിയിലൊക്കെ ചർച്ച പോവുകയാണ്. അവസാനം എന്താണ് ഇപ്പോൾ പുറത്തു വരുന്നത്? അതായത് ഈ ലോറി കരയിൽ നിന്ന് 20 മീറ്റർ അകലെ 15 മീറ്റർ താഴെയിൽ ഇപ്പോൾ കണ്ടെത്തിയിരിക്കുകയാണ്. അതായത് മാധ്യമങ്ങൾ ഇതുവരെ ചർച്ച ചെയ്തത് മുഴുവൻ വെറും തെറ്റായിരുന്നു എന്ന് തെളിയിക്കപ്പെടുകയാണ്. സത്യത്തിൽ അർജുൻ്റെ കുടുംബത്തോട് എത്ര വലിയ കൊടും ക്രൂരതയാണ് ഇവർ കാണിച്ചിരിക്കുന്നത്. ഒരു നിമിഷത്തിൽ നമ്മളൊക്കെ കണ്ടല്ലോ, ലോറി കണ്ടെത്തി എന്നൊക്കെ പറഞ്ഞ് ഓരോ ദിവസവും റിപ്പോർട്ട് ചെയ്യാണ്. ലോറി ഇതാ കണ്ടെത്തി അങ്ങ് എത്തപ്പെടുന്നു എന്നൊക്കെ പറഞ്ഞ്. അവർക്കറിയാം 3.5 കോടി ജനങ്ങൾ മുഴുവൻ അർജുന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. അവരൊക്കെ ഇങ്ങനെ മാധ്യമങ്ങൾ ഇങ്ങനെ പരതി നടക്കുകയാണ്. അവർ പരതി നടക്കുന്നത് അർജുൻ എപ്പോൾ തിരിച്ചു വരും എന്ന ആ ഒരു ക്യൂരിയോസിറ്റിയുടെ ഭാഗമായിട്ടാണെന്ന് നന്നായിട്ട് അറിയാം. അപ്പോൾ അതിനെ അവർ ചൂഷണം ചെയ്യുകയാണ് ചെയ്തത്. എന്നിട്ട് ഇപ്പോൾ മാധ്യമപ്രവർത്തകർ മാധ്യമങ്ങൾ മുഴുവൻ ടെലികാസ്റ്റ് ചെയ്തത് പച്ചക്കള്ളമായിരുന്നു എന്ന് വന്നപ്പോൾ ഇപ്പോൾ ഒരു പ്രത്യേക രീതിയിലുള്ള കൈകഴുകൽ നടത്തുകയാണ്. രഞ്ജിത്ത് ഇസ്രായേലിയാണ് ഞങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചത്. അദ്ദേഹത്തിന് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എത്രത്തോളം പ്രാഗൽഭ്യമുണ്ടെന്ന് പോലും ഞങ്ങൾക്ക് അന്വേഷിക്കാൻ കഴിഞ്ഞില്ല. മലയാളികളെ ഒന്നടക്കം പറ്റിച്ചിരിക്കുകയാണെന്നൊക്കെ പറഞ്ഞ് ഏഷ്യാനെറ്റിലെ വിനു ഒരു ക്ഷമാപണം നടത്തിയിരിക്കുന്ന കാഴ്ച കണ്ടു. മിസ്റ്റർ വിനു, ഇങ്ങനെയൊന്നും കൈ കഴുകിയിട്ടുണ്ടെങ്കിൽ ഊരിപ്പോരാൻ പറ്റൂല. നിങ്ങളടക്കമാണ് മലയാളികളെ പറ്റിച്ചത്. ഏതെങ്കിലും ഒരാൾ എന്തൊക്കെയോ പറഞ്ഞു എന്ന് പറഞ്ഞ് അത് തന്നെയാകാം അവിടെ ഉണ്ടാവുക എന്ന രീതിയിൽ ഉറപ്പിച്ചുകൊണ്ട് നിങ്ങൾ AC റൂമിൽ കിടന്ന് കളിക്കുന്ന ആ മാധ്യമ ജഡ്ജി പരിപാടി അത് ഇവിടെ നിങ്ങൾ നടപ്പിലാക്കാൻ ശ്രമം നടത്തി. അത് നന്നായിട്ടങ്ങ് പാളിയപ്പോൾ കണ്ടില്ലേ, നഷ്ടം ആ കുടുംബത്തിനാണ്. അതുപോലെ തന്നെ അരുൺകുമാറിനും സുജയ്ക്കും ഒരു അവാർഡ് കൊടുക്കേണ്ട 2 മൊയന്തുകളാണ്. സ്മൃതി അങ്ങനെ ആ റിപ്പോർട്ടർ ചാനലിലെയും 24 ചാനലിലെയും ഒരു ചാനലിലെയും ആരെയും മാറ്റി നിർത്താൻ പറ്റില്ല. എന്തൊക്കെ രീതിയിലുള്ള മേളങ്ങൾ അവർ കാണിച്ചു കൂട്ടിയത്. അതായത് ഓരോ വിദഗ്ധരെ കൊണ്ടുവന്നിരുത്തുന്നു, അതുമായി ബന്ധപ്പെട്ട് ചർച്ച അവിടെ തന്നെ ഉണ്ടാകും. അതായത് ലോറി കരയിൽ തന്നെ ഉണ്ടാകുമെന്ന് സ്ഥാപിച്ചെടുക്കാനുള്ള ശ്രമമല്ലേ നടത്തിയത്. എന്നിട്ടിപ്പോൾ എല്ലാ മാധ്യമപ്രവർത്തകരും ഞങ്ങൾക്കിതിൽ പങ്കില്ല എന്ന മട്ടിൽ അങ്ങ് മാറി നിൽക്കുന്നത് കാണുമ്പോൾ ഒരാൾക്കും ഇതിൽ നിന്ന് മാറി നിൽക്കാൻ കഴിയില്ല എന്ന് മാത്രമേ പറയാനുള്ളൂ. അർജുൻ്റെ സഹോദരിയുടെ ബൈറ്റ് എടുക്കുന്നു, അർജുൻ്റെ അമ്മയുടെ ബൈറ്റ് എടുക്കുന്നു, ജിതിൻ്റെ ബൈറ്റ് എടുക്കുന്നു, മനാഫിൻ്റെ ബൈറ്റ് എടുക്കുന്നു. എന്തൊക്കെ മേളമായിരുന്നു. ഇതൊക്കെ എന്തിനായിരുന്നു എന്നാണ് എല്ലാവരും വിചാരിച്ചത്. ഈ റേറ്റിംഗ് ഉയർത്താൻ വേണ്ടി മാത്രമാണ്. ഇനി വരാൻ പോകുന്ന ബാർക്ക് റേറ്റിൽ ഓരോ ചാനലുകൾക്കും മുന്നിലെത്താൻ വേണ്ടിയുള്ള ശ്രമത്തിൻ്റെ ഭാഗം മാത്രമായിരുന്നു. അല്ലാതെ ആത്മാർത്ഥതയോടെ എന്തെങ്കിലും കണിക ഇവരുടെ കയ്യിലുണ്ടായിരുന്നുവെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചോ ഇവർ വാർത്ത റിപ്പോർട്ട് ചെയ്യുമ്പോഴുള്ള സ്റ്റൈൽ? അതായത് അർജുന് എന്തോ സംഭവിച്ചു, അതായത് ഇനി അർജുൻ തിരിച്ചു വരില്ല എന്ന രീതിയിലായിരുന്നു തുടക്കം മുതലൊക്കെ ഉള്ള ഇവരുടെ റിപ്പോർട്ടിംഗ് എന്ന് പറയുന്നത്. അർജുൻ തിരിച്ചു വരുമോ തിരിച്ചു വരാതിരിക്കുമോ എന്തുമാകട്ടെ, എന്തായാലും ആ ഒരു ഇപ്പോൾ വരാൻ പോകുന്ന വാർത്ത അത് ശുഭകരമാണോ അല്ലെങ്കിൽ ശുഭകരമല്ലയോ എന്നുള്ളത് രണ്ടാമത്തെ ഫാക്ടറാണ്. പക്ഷെ ഒരു മാധ്യമപ്രവർത്തകൻ എന്ന നിലയിൽ നമ്മുടെ കയ്യിൽ വ്യക്തമായ വിവരം ലഭിക്കാതെ ഒരു കുടുംബം അല്ലെങ്കിൽ കേരളം മുഴുവൻ കാത്തിരിക്കുന്ന ഒരു വിഷയത്തിൽ ഒരിക്കലും വിധി കൽപ്പിക്കാൻ പാടില്ല. ചില മാധ്യമങ്ങളൊക്കെ അർജുൻ ഇനി ഒരിക്കലും തിരിച്ചു വരില്ല എന്ന് വരെ വിധി എഴുതിയവരുണ്ട്. ഒരുപക്ഷെ തിരിച്ചു വരില്ലായിരിക്കാം, പക്ഷേ എന്നിരുന്നാൽ പോലും അങ്ങനെ ഒരു വിധി കൽപ്പിക്കാവോ? ആ കുടുംബം ആ വാർത്ത കേൾക്കുമ്പോൾ ഏത് രീതിയിലാകും ആ വിഷയവുമായി ബന്ധപ്പെട്ട് പൊരുത്തപ്പെടുക? ഏതൊക്കെ രീതിയിലുള്ള ഒരു ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്? അതൊന്നും അവരെ ബാധിക്കുന്ന കാര്യമല്ല. കാരണം അർജുനും അർജുൻ്റെ സഹോദരിയും അർജുൻ്റെ ഭാര്യയും അർജുൻ്റെ മകളും ഇവർക്ക് വെറും ടൂൾ മാത്രമാണല്ലോ, അല്ലാതെ ഇവരാരുമല്ല. ഇവർക്കിതൊക്കെ വാർത്തകളുടെ കണ്ടന്റ് ഉണ്ടാക്കാനുള്ള വെറും എന്താ പറയുക ടൂളുകൾ മാത്രമാണ്.
നമ്മൾ കണ്ടതാണല്ലോ മാതൃഭൂമിയിലെ ക്യാമറമാനെ ആന ചവിട്ടി കൊന്നപ്പോൾ അവർ ആ വിഷയത്തെ എങ്ങനെയാണ് കൈകാര്യം ചെയ്തതെന്ന്. അന്ന് ഇത്തരത്തിലുള്ള കോലാഹലങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. സ്വന്തം വീടുകളിൽ ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെ അത് ഹാൻഡിൽ ചെയ്യണമെന്ന് അവർക്ക് നന്നായി അറിയാം. ആദ്യം പ്രതീക്ഷ കൊടുക്കുക, ശേഷം ആ പ്രതീക്ഷ മുഴുവൻ നിരാശയായിരുന്നു എന്ന രീതിയിലേക്ക് കൊണ്ടുപോയി എത്തിക്കുക. വാനോളം പ്രതീക്ഷയാണ് ആ കുടുംബത്തിന് ഇവിടുത്തെ മാധ്യമങ്ങൾ കൊടുത്തത്. മാത്രവുമല്ല, ഓരോ അവസരത്തിലും ഇവർ സിഗ്നൽ കിട്ടി എന്നൊക്കെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുന്ന കാഴ്ചയുണ്ടായിരുന്നു. ആ നദിയിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് തിരച്ചിൽ നടത്താൻ ഒരുങ്ങുന്ന സാഹചര്യത്തിൽ പോലും അതിന് പോലും സമ്മതിക്കാത്ത രീതിയിലൊക്കെ ഇവിടെ നിന്ന മാധ്യമങ്ങളുമുണ്ട്, മാധ്യമ പ്രവർത്തകരുമുണ്ട്. എന്നിട്ടിപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? അതായത് സത്യം പുറത്തു വരുമ്പോൾ മാധ്യമങ്ങളൊക്കെ ഞങ്ങൾക്ക് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് യാതൊരു പങ്കുമില്ല, ഈ വിഷയത്തിൽ ഞങ്ങൾ വളരെ പ്രതിബദ്ധതയുള്ള വളരെ ആത്മാർത്ഥതയുള്ള സമീപനമാണ് സ്വീകരിച്ചത് എന്ന രീതിയിലേക്കൊക്കെ മാറുകയാണ്. അരുൺകുമാറിന്റെയും സുജയുടെയും ഒക്കെ ഫേസ്ബുക്ക് പേജിൽ കയറി നോക്കിയിട്ടുണ്ടെങ്കിൽ വന്ന് നിറയുന്ന കമന്റുകൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ മലയാളികളുടെ പ്രതിഷേധം, അർജുന് വേണ്ടി കാത്തിരുന്നവരുടെ പ്രതിഷേധം വ്യക്തമായി തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. ഞാൻ സുജയ പാർവതിയുടെ ഫേസ്ബുക്ക് അക്കൗണ്ടിൽ വന്നിരിക്കുന്ന ചില കമന്റുകളൊക്കെ വായിക്കാം. ഈ മൊട്ടയാണ് കർണാടകയിൽ പോയി പ്രശ്നം രൂക്ഷമാക്കിയത്, പിന്നെ മെല്ലെ അവിടെ നിന്നും മുങ്ങി, സ്റ്റുഡിയോയിൽ ഇരിക്കുന്നുണ്ട്. അങ്ങനെ കുറേ കമന്റുകളുണ്ട്. റിപ്പോർട്ടർ മൊട്ടയെ കർണാടക SP അന്വേഷിക്കുന്നു, അതുപോലെ തന്നെ സുജയെയും കൂട്ടി ഒന്ന് കർണാടക വരെ പോയിട്ട് വാ എന്നൊക്കെ പറഞ്ഞ് ഒത്തിരി കാര്യങ്ങളുണ്ട്. ഈ വിഷയത്തിൽ കർണാടക സർക്കാരിനും മാറി നിൽക്കാൻ പറ്റില്ല. അവർക്ക് തുടക്കം മുതൽ തന്നെ അലംഭാവങ്ങൾ ഉണ്ടായിരുന്നു, നല്ല അലംഭാവം അവരുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. മാധ്യമങ്ങൾ ഈ വിഷയം വലിയ രീതിയിൽ ഉയർത്തിക്കൊണ്ട് വന്നപ്പോൾ തന്നെയാണ് ഈ വിഷയത്തിൽ ഇടപെടാനൊക്കെ ഈ പറയുന്ന സർക്കാർ ഒരു സന്നദ്ധരായി മാറിയത്. അതായത് നമ്മുടെ സർക്കാർ വലിയ സമ്മർദ്ദം ചെലുത്തുന്നു, പിന്നീട് മാധ്യമങ്ങളുടെ ഒരു പിന്തുണയോടും കൂടി വന്നതോടുകൂടി തന്നെ ഈ വിഷയം വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടാൻ തുടങ്ങി, മലയാളികളുടെ ശ്രദ്ധ മുഴുവൻ അർജുനിലേക്ക് പോകാൻ തുടങ്ങി. അങ്ങനെ തുടക്ക സമയത്ത് മാധ്യമങ്ങൾ കാണിച്ച സമീപനം വളരെ നല്ലതായിരുന്നു, അതിനെ തള്ളിപ്പറയുന്നില്ല. പക്ഷെ അതിനുശേഷം കണ്ടത് മുഴുവൻ പ്രഹസനമായിരുന്നു, ഉറപ്പിച്ചു പറയാൻ കഴിയും. എന്തൊക്കെ പ്രഹസനങ്ങളായിരുന്നുവെന്ന് ഇവർ നേരത്തെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള വാർത്തകളൊക്കെ ഒന്ന് ജസ്റ്റ് എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ തന്നെ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഓരോ ആളുകളെ കൊണ്ടുവന്നിരുത്തുകയാണല്ലോ. എന്തോ വളരെ ഈസി ആയിട്ട് നമുക്ക് അർജുനെ എടുക്കാൻ പറ്റുമായിരുന്നു. അതായത് ഇപ്പോൾ കാണുന്ന സംവിധാനങ്ങളൊക്കെ ഒന്നോ രണ്ടോ ദിവസം, ആദ്യത്തെ ദിവസമോ രണ്ടാമത്തെ ദിവസമോ കർണാടക സർക്കാർ കൊണ്ടുവന്നിരുന്നെങ്കിൽ ഉറപ്പായിട്ട് നമുക്ക് അർജുനെ കണ്ടെത്താൻ പറ്റുമായിരുന്നു. ഇത്രയും ദിവസമൊന്നും കാത്തിരിക്കേണ്ട ഒരു കാര്യവും ഉണ്ടായിരുന്നില്ല. കർണാടക സർക്കാരിൻ്റെ തികഞ്ഞ അലംഭാവമാണ്, അതിന് നമ്മൾ ഒരിക്കലും ന്യായീകരിക്കുന്നില്ല. അത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറെ ദുഃഖകരമായിട്ടുള്ളൊരു കാര്യമാണ്. അതിനോടൊപ്പം തന്നെ ചേർത്ത് വെക്കേണ്ടതാണ് മാധ്യമങ്ങളുടെ ഈ പറയുന്ന രീതിയിലുള്ള ഇടപെടലുകളും. മാധ്യമങ്ങൾ വലിയ രീതിയിൽ തന്നെ ഒരു എന്താ പറയുക, ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എത്രത്തോളം ഈ അന്വേഷണത്തെ തെറ്റായ ദിശയിലേക്ക് കൊണ്ടുചെന്ന് എത്തിക്കാൻ വേണ്ടി ശ്രമം നടത്തിയിട്ടുണ്ട് എന്ന് പരിശോധിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ ഉടനീളം അത്തരത്തിലുള്ള ഇവരുടെ പ്രവർത്തികൾ നമുക്ക് കാണാൻ സാധിക്കും. ഈ രഞ്ജിത്ത് ഇസ്രായേലി എന്ന് പറയുന്ന ആൾ വൈകാരികമായിട്ടൊക്കെ സംസാരിക്കുമ്പോൾ അതിൻ്റെ പേരിലൊക്കെ അന്തിച്ചർച്ച വരെ നടത്തിയതാണ് ഇവർ. ഇവരുടെ അന്തിച്ചർച്ചകളൊക്കെ എടുത്ത് നോക്കിയിട്ടുണ്ട് രഞ്ജിത്ത് ഇസ്രായേലിനെ കാണാം. ഇപ്പോൾ രഞ്ജിത്ത് ഇസ്രായേലിനെ ഇവർക്ക് കാണാൻ നേരത്ത് വല്ലാത്ത രീതിയിലുള്ള അസഹിഷ്ണുതയാണ്. എല്ലാം രഞ്ജിത്ത് ഇസ്രായേലിയുടെ തലയിലേക്ക് എടുത്ത് വെക്കുകയാണ്. രഞ്ജിത്ത് ഇസ്രായേലിനെ നമ്മൾ ഉത്തരാഖണ്ഡിലെയും അതുപോലെ തന്നെ പെട്ടിമുടിയിലെയും കവളപ്പാറയിലെയും ഒക്കെ ദുരന്തത്തിലൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ രക്ഷാപ്രവർത്തനമൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. എന്ന് വെച്ച് രഞ്ജിത്ത് ഇസ്രായേലി പറയുന്നത് എല്ലാം ശരിയാണ്, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ദുരന്തങ്ങളൊക്കെ നേരിടാൻ അല്ലെങ്കിൽ അതിനെയൊക്കെ ഈ പറയുന്നത് പോലെ അത്തരം ഇടങ്ങളിലൊക്കെ രക്ഷാപ്രവർത്തനം നടത്താൻ കഴിയുന്ന വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരാളാണ് എന്നൊരു അവകാശവാദമൊന്നും എനിക്കില്ല. അയാൾക്ക് ചെയ്യാൻ കഴിയും, ചിലതൊക്കെ ചെയ്യാൻ കഴിയും എന്നുള്ള കാര്യത്തിൽ നമുക്ക് തർക്കമൊന്നുമില്ല. പക്ഷേ ഇത്തരം ഒരു വിഷയം നടക്കുമ്പോൾ അദ്ദേഹത്തെക്കാൾ പ്രാഗൽഭ്യമുള്ള വൈദഗ്ധ്യമുള്ള ആളുകൾ പറയുന്നതാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്. അല്ലാതെ മലയാളിയായ അയാൾ നമ്മുടെ അടുത്ത് വന്ന് നമ്മളെയൊക്കെ പറ്റിച്ചു, അതുകൊണ്ട് നമ്മളൊക്കെ വിശ്വസിച്ചു എന്നൊക്കെ മാധ്യമങ്ങൾ പറയുന്നത് കേൾക്കുമ്പോൾ സത്യത്തിൽ പൊട്ടിച്ചിരിക്കാനാണ് നമുക്ക് തോന്നിപ്പോകുന്നത്. കുറേ വർഷങ്ങൾക്ക് മുമ്പ് ദൂരദർശൻ മാത്രം ഉണ്ടായിരുന്നൊരു സമയത്ത്, പോട്ടെ ഇന്ത്യ വിഷനോടെയും ആയിക്കോട്ടെ, ഇന്ത്യ വിഷനും മാത്രം ഉണ്ടായിരുന്നൊരു സമയത്ത് നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ എങ്ങനെയാണത് റിപ്പോർട്ട് ചെയ്ത് കൊണ്ടിരുന്നത്. അതായത് വളരെ വ്യക്തമായ ഇൻഫർമേഷൻസ് കിട്ടിയ ശേഷം മാത്രമാണ് വാർത്തകൾ ജനങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടിരുന്നത്. അതായത് ഇങ്ങനെ ഒരു സംഭവം നടക്കുമ്പോൾ കറക്റ്റായിട്ടുള്ള ഇൻഫർമേഷൻ വേണം നമ്മൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ. അതായത് സൈന്യം ഇങ്ങനെ ഒരു സംഭവം കണ്ടെത്തി, അല്ലെങ്കിൽ കരസേന ഇങ്ങനെ ഒരു സംഭവം കണ്ടെത്തി, അല്ലെങ്കിൽ ഇങ്ങനെ ഫയർ ആൻഡ് റെസ്ക്യൂ ടീം ഇങ്ങനെ ഒരു സംഭവം കണ്ടെത്തി എന്ന് അവർ ഔദ്യോഗികമായി പറയുന്നത് കേട്ട് ആ ഔദ്യോഗികമായിട്ടുള്ള ആധികാരികമായ വശങ്ങൾ വെച്ചുകൊണ്ടായിരിക്കണം ജനങ്ങളുടെ മുമ്പിലേക്ക് വാർത്ത എത്തിക്കേണ്ടത്. പക്ഷേ ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? അവർ പറയും മുമ്പേ, അഭ്യൂഹങ്ങൾ ജസ്റ്റ് പുറത്തേക്ക് വരും മുമ്പേ അത് ഉറപ്പിച്ചുകൊണ്ട് ഇവിടെ വാർത്ത ചെയ്യുന്ന സാഹചര്യമല്ലേ. അതായത് ഒരു റേറ്റിങ്ങിന് വേണ്ടിയുള്ള ഒരു യുദ്ധമാണ് ഇവർ മാധ്യമപ്രവർത്തകർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ യുദ്ധത്തിൽ ആർക്കാണ് ലാഭം, ആർക്കാണ് നഷ്ടം എന്ന് ചോദിച്ചാൽ ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് മാത്രമാണ് നഷ്ടം. ലാഭം മുഴുവൻ ഇവർക്കാണ്.
എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് രഞ്ജിത്ത് ഇസ്രായേലിനെയും പിന്നെ അതുപോലെ തന്നെ അർജുൻ്റെ കുടുംബത്തെയും ഒക്കെ പ്രതിസ്ഥാനത്ത് നിർത്തിക്കൊണ്ട് മാധ്യമപ്രവർത്തകർ ഇപ്പോൾ കളിക്കുന്ന കളി അത്ര ഗംഭീര കളിയൊന്നുമല്ല. എന്തായാലും അർജുൻ്റെ കുടുംബം ഈ പറയുന്നത് പോലെ അർജുനെ ഫോണിൽ വിളിച്ചപ്പോൾ റിങ് ചെയ്തു എന്ന് അവർ പറഞ്ഞത് അവർ അങ്ങനെ ഒരു അനുഭവം ഉള്ളതുകൊണ്ട് അവരത് പറഞ്ഞു എന്ന് വെച്ച് അതുമാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് അതിൽ മാത്രം ഊന്നിക്കൊണ്ട് ചർച്ച നടത്തുക, അതിൽ മാത്രം ഊന്നിക്കൊണ്ട് അന്വേഷണം നടത്തുക, അല്ലെങ്കിൽ അതിൽ മാത്രം ഊന്നിക്കൊണ്ട് അന്വേഷണം നടക്കണം എന്ന് വാശി പിടിക്കുക, അത് തെറ്റായിട്ടുള്ളൊരു കാര്യമാണ്. ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകുമ്പോഴാണ് നമ്മുടെ മാപ്രകൾ നടത്തുന്ന അധാർമിക മാധ്യമ പ്രവർത്തനം നന്നായി തന്നെ മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇവരൊക്കെ ദേശീയ മാധ്യമങ്ങളെ സത്യത്തിൽ കണ്ടുപഠിക്കേണ്ടതാണ്. ഇത്തരം വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ എത്ര പക്വതയോടുകൂടിയാണ് അവർ ഇതൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നതെന്ന്. ഇത്തരം വൈകാരികമായ നിമിഷങ്ങളെ, വൈകാരികമായിട്ടുള്ള സംഭവങ്ങളെയൊക്കെ വല്ലാത്ത രീതിയിൽ റേറ്റിങ്ങിന് വേണ്ടിയുള്ള ഉപകരണങ്ങളാക്കി മാറ്റുമ്പോഴും ഒരു കാര്യം ഓർക്കുക, ഇതൊക്കെ നാളെ നമ്മുടെ വീട്ടിലും സംഭവിച്ചേക്കാം. നമ്മുടെ മാപ്രകളുടെ, മലയാളത്തിലെ മാപ്രകളുടെ റിപ്പോർട്ടിംഗ് കാണുമ്പോൾ എനിക്ക് തോന്നുന്നത് പഴയൊരു പഴഞ്ചൊല്ലാണ്. ആരാൻ്റെ അമ്മയ്ക്ക് ഭ്രാന്ത് പിടിക്കുമ്പോൾ കാണാൻ നല്ല ചേലാണ്, സ്വന്തം അമ്മയ്ക്ക് ഭ്രാന്ത് പിടിക്കുമ്പോഴേ അത് മനസ്സിലാകുമെന്ന്. അത് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നിർത്തുകയാണ്.